G20 ഉച്ചകോടിയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ സാങ്കേതിക സഹകരണം വിപുലമാക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 3 രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാകുമെന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിതരണ ശൃംഖലകൾ ശക്തമാക്കുക, ഊർജ്ജ സഹകരണം വിപുലമാക്കുക, AI സാങ്കേതികവിദ്യയുടെ വികാസത്തിൽ സഹകരിക്കുക എന്നീ തീരുമാനങ്ങളാണ് യോഗത്തിന്റെ ഭാഗമായി കൈക്കൊണ്ടത്. കൊറിയൻ പ്രസിഡന്റ് ലീ യേ മിങ്ങുമായും നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തി. നിയുക്ത ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും മംദാനിക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂയോർക്കിലെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മംദാനി വ്യക്തമാക്കി. ട്രംപ് മംദാനി കൂടിക്കാഴ്ച ഈ വർഷത്തെ കടുത്ത രാഷ്ട്രീയ പോരാട്ടമായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ പരസ്പരം പ്രശംസ ചൊരിഞ്ഞുകൊണ്ടുള്ള ഇരുവരുടെയും സംഭാഷണങ്ങൾ വൈറ്റ് ഹൌസ് കണ്ട അത്ഭുതങ്ങളിലൊന്നായി. ട്രംപ് മംദാനിയെ ആക്രമിച്ചില്ലെന്നു മാത്രമല്ല, പലവട്ടം മംദാനിയെ പ്രശംസിക്കുകയും ചെയ്തു. മംദാനിയും താനും ന്യൂയോർക്ക് നഗരം മികച്ചതായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും മംദാനി മികച്ച ഒരു മേയറാകുമെന്നും ട്രംപ്. ന്യൂയോർക്കിലെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മംദാനി. President Trump, we heard them speak about cost of living. We focus on that same cost of living, and that's where I am really looking forward to delivering for New Yorkers in partnership with the president on the affordability agenda. തിരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്പരം രൂക്ഷ വിമർശനങ്ങളാണ് ട്രംപും മംദാനിയും നടത്തിയിരുന്നത്. മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ജനുവരി 1 മംദാനി ന്യൂയോർക്ക് മേയറായി ചുമതലയേൽക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകളുടെ പേരിൽ അമേരിക്കയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി. യുക്രൈന്റെ ദേശീയ താൽപര്യങ്ങളിലോ പരമാധികാരത്തിലോ താൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് സെലൻസ്കി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപിന്റെ 28 സമാധാന പദ്ധതി ഈ മാസം 27 മുൻപായി യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. കരാറിന്റെ കരടുരേഖ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈനുള്ള ആയുധ സഹായവും ഇന്റലിജൻസ് കൈമാറ്റവും നിർത്തുമെന്നും ഭീഷണിയുണ്ട്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത യുക്രൈന്റെ 5 മേഖലകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം. യുക്രൈൻ സൈനികരുടെ എണ്ണം കുറയ്ക്കണമെന്നും 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കരാറിന്റെ കരടിലുണ്ട്. നാറ്റോയിൽ അംഗത്വം നേടാനുള്ള യുക്രൈന്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും കരാറിൽ പറയുന്നു. നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സെലൻസ്കി ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ മുഹൂർത്തത്തിലാണ് യുക്രൈൻ എന്ന് തുറന്നു പറഞ്ഞു. രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ സുപ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെടുത്തുക എന്ന കടുത്ത തീരുമാനം എടുക്കേണ്ടതായി വരുമെന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും യുക്രൈന്റെ പരമാധികാരത്തിലും ദേശീയ താൽപര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി സംസാരിച്ച ശേഷമായിരുന്നു സെലൻസ്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി ജിസാൻ മേഖലയിൽ സബിയിൽ ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ പുവലർ ഗ്രൂപ്പിന് കീഴിലാണ് പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിസാനിലെ സബിയയിൽ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലാണ് ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചത്. പൗരപ്രമുഖനായ മുഹമ്മദ് ഇബ്രാഹിം അൽ അത്താറും പൂവല്ലൂർ ഗ്രൂപ്പ് ചെയർമാൻ കുഞ്ഞുമൊയ്തീൻ പൂവല്ലൂരും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ അറബ് കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു. പൗരപ്രമുഖനായ അബൂബക്കർ അൽ അത്താർ, ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറി CEO അബ്ദുൾ റബ്ബ് പൂവല്ലൂർ, ഡയറക്ടർമാരായ മറിയം, TP മജീദ്, റൌഫ് P, അബ്ദുൾ റസാഖ്, റഹീം, അബ്ദുൾ റഷീദ്, ഓപ്പറേഷണൽ ഓഫീസർമാരായ ഫസലുർ റഹ്മാൻ PA, സെയ്ദ് അലി പിലാക്കൽ, റിയാസ് പാരിപ്പറമ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷ്യവസ്തുക്കൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം, പഴം, പച്ചക്കറികൾ, ഗൃഹോപകരണങ്ങൾ, പാദരക്ഷകൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50% ഓഫ് ഡീലുകൾ ഉൾപ്പെടെ വിവിധ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ബിൻമുഹി സൂപ്പർ മാർക്കറ്റിന്റെ പാരന്റ് ഗ്രൂപ്പായ പൂവല്ലൂർ ഗ്രൂപ്പിന് കീഴിൽ ഇന്ത്യയിലും ഗൾഫിലുമായി വിദ്യാഭ്യാസം, നിർമ്മാണം, മൈനിംഗ്, പ്ലാസ്റ്റിക് ട്രേഡിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ചെരിപ്പടിമലയിൽ പ്രവർത്തിച്ചു വരുന്ന ധർമ്മഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പാരന്റ് ഗ്രൂപ്പ് കൂടിയാണ് പൂവല്ലൂർ ഗ്രൂപ്പ്.
ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദ തിയേറ്റർ പ്രൊഡക്ഷൻ സംഘടിപ്പിച്ച നൈറ്റ് തിയേറ്റർ ക്യാമ്പ് ശ്രദ്ധേയമായി. അഭിനയത്തിൽ മുൻപരിചയമില്ലാത്ത കുട്ടികളും മുതിർന്നവരുമെല്ലാം ക്യാമ്പിൽ പങ്കെടുത്തു. തിയേറ്റർ ആർട്ടിസ്റ്റ് മുഹസിൻ കാളികാവാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ജിദ്ദയുടെ കലാസാംസ്കാരിക മേഖലയിൽ പുത്തൻ ഉണർവ് പകർന്നുകൊണ്ട് അഭിനയത്തിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശിയ ഒരു രാത്രി. അഭിനയത്തിൽ മുൻ പരിചയമില്ലാത്തവർ പോലും സ്വയം മറന്ന് കഥാപാത്രങ്ങളായി മാറിയ കാഴ്ച. ജിദ്ദ തിയേറ്റർ പ്രൊഡക്ഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് തിയേറ്റർ ക്യാമ്പ് അഭിനയത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ മാറ്റിമറിച്ചു. 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തു. അഭിനയമാണെന്ന് തോന്നാത്ത വിധം സ്വാഭാവികമായ പ്രകടനത്തിലേക്ക് ഓരോ അംഗത്തെയും എത്തിച്ചു എന്നതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ വിജയം. ഗ്രൂപ്പുകളായി തിരിഞ്ഞു നടത്തിയ മത്സരങ്ങൾ ക്യാമ്പിന് വാശിയേറിയ ഒരു അന്തരീക്ഷം നൽകി. പങ്കെടുക്കാനെത്തിയവർക്ക് തികച്ചും പുത്തൻ അനുഭവമാണ് പരിശീലനം സമ്മാനിച്ചത്. ക്യാമ്പ് ഡയറക്ടർ മുഹസിൻ കാളികാവാണ് 6 മണിക്കൂർ നീണ്ട തീവ്ര പരിശീലനം നൽകിയത്. ഈ തിയേറ്റർ ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളികളിലൂടെ, ഗെയിംസിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവരറിയാതെ തന്നെ പുറത്തേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകുന്ന ആളുകളെ തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ ക്യാമ്പ്. താല്പര്യമുള്ള ആർക്കും ഈ തിയേറ്റർ പ്രൊഡക്ഷൻസിന്റെ തിയേറ്റർ ക്യാമ്പിൽ പങ്കെടുക്കാം എന്നുള്ള രീതിയിലാണ്. ചെയർപേഴ്സൺ വിജയലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ജിന്നി ജോർജ് സ്വാഗതം പറഞ്ഞു. ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് രക്ഷാധികാരി ഷാജു അത്താനിക്കൽ വിശദീകരിച്ചു. നജീബ് കോതമംഗലം നന്ദി പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ആരോഗ്യ പരിപോഷണ മേഖലയിലെ ആധുനിക ചികിത്സാ രീതിയായ IV ഡ്രിപ്പ് തെറാപ്പി ജിദ്ദയിൽ അബീർ മെഡിക്കൽ സെന്ററിന്റെ ബവാദി ബ്രാഞ്ചിലും പ്രവർത്തനം ആരംഭിച്ചു. അസീസിയ, ഷറഫിയ ബ്രാഞ്ചുകളിൽ നേരത്തെ ഈ സേവനം ആരംഭിച്ചിരുന്നു. ബവാദി അബീറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഓപ്പറേഷൻസ് VP ഡോക്ടർ സർഫറാസ്, ഓപ്പറേഷൻസ് മാനേജർ അനസ് ബഷീർ, മാർക്കറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ ഇമ്രാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണ് IV ഡ്രിപ്പ് തെറാപ്പി. ഈ നൂതന ചികിത്സാ രീതിക്ക് പുതിയ കാലത്ത് സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സിരയിലൂടെ നേരിട്ട് രക്തത്തിലേക്ക് വിറ്റാമിനുകൾ, മിനറൽസ്, ആന്റി ഓക്സിഡന്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവയടങ്ങിയ ദ്രാവകങ്ങൾ നൽകുന്ന ചികിത്സാ രീതിയാണ് ഇത്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. പയ്യോളി സ്വദേശിനിയായ 58-കാരിയാണ് മരിച്ചത്. ഷഹദ് റുമാൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ മരണ വിവരം പുറത്തു വരുന്നത്. കോഴിക്കോട് വീണ്ടും, അതായത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. പയ്യോളി സ്വദേശിയായിട്ടുള്ള സരസു, 58 വയസ്സാണ്. ഇവരാണ് മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസക്കാലമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇനി 2 പേർ കൂടി ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 17 പേർക്ക് രോഗം ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ 6 പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഷഹദ് റുമാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് വ്യോമസേന. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം തേടി. ദുബായ് എയർ ഷോയ്ക്കിടെ അപകടമുണ്ടായതിന് പിന്നാലെ സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറി വ്യോമസേന പ്രഖ്യാപിച്ചിരുന്നു. എയർ മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം വ്യോമസേന തേടി. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള വീഡിയോകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 വ്യോമാഭ്യാസത്തിനിടെയാണ് അപകടമുണ്ടായത്. നെഗറ്റീവ് G അഭ്യാസം പൂർത്തിയാക്കി മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം.
അപകടത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ മൃതദേഹം ഉടൻ ഡൽഹിയിലേക്ക് എത്തിക്കും. തുടർന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്ഡയിലെത്തിച്ച് കുടുംബത്തിന് കൈമാറും. കൊൽക്കത്തയിൽ പരിശീലനത്തിലായിരുന്ന ഭാര്യ വിംഗ് കമാൻഡർ അഫ്സാനയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു. 24 ഡൽഹി. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ മലയാളി സൈനികന് വീരമൃത്യു. ഒതുക്കുങ്ങൽ സ്വദേശി സുബേദാർ സജീഷാണ് മരിച്ചത്. രജൌരിയിൽ പട്രോളിംഗിനിടെ കൊക്കയിൽ വീണായിരുന്നു അപകടം. മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചു. നാളെയാണ് പൊതുദർശനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും നിശ്ചയിച്ച സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും പ്രതികരണം. മാനുഷിക പരിഗണന പോലും നൽകാതെ SIR അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്ന് CPIM വ്യക്തമാക്കി. പാർട്ടി ഗ്രാമങ്ങളിൽ നിർഭയം പ്രവർത്തനം നടത്താൻ BLOമാർക്ക് സംരക്ഷണം നൽകണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപടികൾ മാറ്റിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP ഒഴികെയുള്ള പാർട്ടികൾ. കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റേത് അസ്വാഭാവികമായ മരണമെന്നും മാനുഷിക പരിഗണന പോലും നൽകാതെ SIR അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്നും CPIM. മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. BLOമാർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ പാർട്ടി യോഗം വിളിച്ചതിനു ശേഷം ഞാൻ എന്റെ വഴിക്കേ പോകൂ എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും കോൺഗ്രസ്. BLOമാർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ CEO പറയുന്നത് എല്ലാ DEOമാർക്കും EROമാർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാളിനും ഇതുവരെ കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവാസികളുടെ കാര്യം പരിഗണിക്കുന്നു പോലുമില്ലെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIRനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. ഈ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്. ഷെഡ്യൂൾ ചെയ്ത സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും കൂട്ടിച്ചേർക്കലുകൾക്ക് ഒരുപാട് സമയമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇലക്ഷൻ കമ്മീഷനുടെ ഒരു മാൻഡേറ്റ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പ്രൊസീജിയറിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് നമുക്ക് ഒരു എനുമറേഷൻ ഫേസ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വിശ്വാസമുള്ളത്. എല്ലാ നടപടിക്രമങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ ആകെ സ്ഥാനാർത്ഥികൾ 98,451 2261 നോമിനേഷനുകളാണ് സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത്. തിരുവനന്തപുരത്ത് 527 നോമിനേഷനുകൾ തള്ളി. കോട്ടയത്ത് 401 നോമിനേഷനുകളും തള്ളിയിട്ടുണ്ട്. ആകെ 1,40,995 നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചത്. അന്തിമ കണക്ക് നാളെയോടെ ലഭ്യമാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചപ്പോൾ എറണാകുളത്ത് UDFന് തിരിച്ചടി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. കടമക്കുടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LC ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. വയനാട്ടിലും കൊല്ലത്തും കോട്ടയത്തും UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. മലപ്പുറം വളാഞ്ചേരിയിലും കൊച്ചി തൃക്കാക്കര നഗരസഭയിലും LDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ UDFിലാണ് കൂടുതൽ തിരിച്ചടി. എറണാകുളത്ത് കടമക്കുടി ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LC ജോർജിന്റെ പത്രിക തള്ളി. 3 സെറ്റ് പത്രികയിലും ഡിവിഷന് പുറത്തുള്ള ആളുകൾ ഒപ്പിട്ടതാണ് തള്ളാൻ കാരണം. ഡമ്മി സ്ഥാനാർത്ഥിയില്ല. ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് LC ജോർജ് 24നോട്. എവിടെയാണോ മത്സരിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിൽ തന്നെ ആളായിരിക്കണം, വോട്ടറായിരിക്കണം നമ്മുടെ സപ്പോർട്ടർ എന്നുള്ളത്. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലുള്ള ആൾക്കും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കലും ഉദ്യോഗസ്ഥർ അങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ UDFന്റെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി രവീന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികയും തള്ളി. CS പ്രഭാകരൻ പകരം സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് വിളക്കുടി പഞ്ചായത്ത് 5ാം വാർഡ് സ്ഥാനാർത്ഥി നസറുദ്ദീന്റെ പത്രികയും തള്ളി. കോട്ടയം പാമ്പാടി പഞ്ചായത്തിൽ രമണി മത്തയുടെ പത്രികയാണ് തള്ളിയത്. എറണാകുളം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സെറീന ഷാജിയുടെയും ജോൺസൺ പുനത്തിലിന്റെയും പത്രിക തള്ളിയത് UDFനെ ഞെട്ടിച്ചു. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. LDFന് കനത്ത തിരിച്ചടിയുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. കർണകി നഗർ വെസ്റ്റ്, വടക്കന്തറ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്.
മലപ്പുറം വഴിക്കടവിലും തൃക്കാക്കര നഗരസഭാ ഡിവിഷനിലും മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലും LDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അതേസമയം ട്രാൻസ്ജെൻഡർ അരുണിമയുടെയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അമേയ പ്രസാദിന്റെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. ശ്രീനാരായണപുരത്തും ആലപ്പുഴ നഗരസഭയിലും BJPക്കും തിരിച്ചടിയുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 9 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. മലപ്പട്ടം, കണ്ണപുരം പഞ്ചായത്തുകളിലും ആന്തൂർ നഗരസഭയിലും LDF സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ല. CPIM ഭീഷണി കാരണമാണ് ആന്തൂർ നഗരസഭയിൽ എല്ലായിടത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാതെ പോയതെന്ന് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. കണ്ണപുരം പഞ്ചായത്തിൽ 4ഇടത്താണ് LDFന് എതിരാളികളില്ലാത്തത്. 13-14 വാർഡുകളിൽ UDFും NDAയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 3ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. മലപ്പട്ടം പഞ്ചായത്തിൽ അടവാപ്പുറം നോർത്തിലും സൗത്തിലും LDF സ്ഥാനാർത്ഥി മാത്രമായിരുന്നു പത്രിക നൽകിയത്. കോവന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ പഞ്ചായത്തിൽ 3ഇടത്ത് LDFനെതിരില്ല. ആന്തൂർ നഗരസഭയിലെ മൊറാഴ വാർഡിൽ മത്സരിക്കുന്ന K രജിത, പൊടിക്കുണ്ട് വാർഡിലെ K പ്രേമരാജൻ എന്നിവർക്കും എതിരാളികളില്ല. UDF സ്ഥാനാർത്ഥികളെ CPM ഭയപ്പെടുത്തുന്നുവെന്ന DCC പ്രസിഡന്റ്. CPIM എതിർപ്പ് മാത്രം കണക്കിലെടുത്താണ് തന്റെ പത്രിക തള്ളിയതെന്ന് മലപ്പട്ടത്തെ UDF സ്ഥാനാർത്ഥി. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിലെ ഒരു 2 സ്ഥലത്ത് നിരന്തരമായ ഭീഷണി കൊണ്ട് 2 സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലാവരെയും ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വീടുകളിലൊക്കെ അതിൻ്റെ ബേക്കിലേക്ക് ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ നോമിനേഷൻ 2 കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ ബങ്കളം 10ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കും മംഗൽപാടി പഞ്ചായത്തിലെ 24ാം വാർഡിൽ UDFനും എതിരാളികളില്ല. 24 കണ്ണൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും നൽകിയ മൊഴി SIT പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം A പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തുവെന്നാണ് വിവരം. പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. A പത്മകുമാറിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ലെന്നാണ് SIT നൽകുന്ന സൂചന. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസും N വിജയകുമാറും SIT നിരീക്ഷണത്തിലാണ്. എല്ലാം A പത്മകുമാർ മാത്രം തീരുമാനിച്ചതെന്നായിരുന്നു ഇരുവരുടെയും മൊഴി. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെന്നും എന്നാൽ പിന്നീട് ദേവസ്വം മിനിറ്റ്സിൽ കൃത്രിമമായി തീരുമാനമായി വന്നുവെന്നും ഇവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇരുവരെയും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആറന്മുളയിലെ A പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് സാമ്പത്തിക രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് തെളിയിക്കുന്ന റിയൽ എസ്റ്റേറ്റ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് പത്തനംതിട്ടയിൽ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി. അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചെന്നും SIT വിലയിരുത്തുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് A പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകനായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നും SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.